കുരിശുപ്രേതം എന്ന സിനിമയ്ക്കു ശേഷം കൃഷ്ണന്റെ സംവിധാനത്തിൽ തിയേറ്ററുകളിലെത്തിയ ചിത്രമാണ് മസ്തിഷ്ക മരണം. മലയാളത്തിലെ ആദ്യ സയൻസ് ഫിക്ഷൻ സൈബർ പങ്ക് ജോണറിലുള്ള മസ്തിഷ്ക മരണത്തിന് അനൗൺസ്മെന്റ് മുതലേ വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. ചിത്രത്തിൽ രജിഷ അവതരിപ്പിച്ച ഫ്രീഡ സോമൻ എന്ന കഥാപാത്രത്തിനൊപ്പം കയ്യടികൾ നേടുന്ന ഒരു കഥാപാത്രമാണ് നിരഞ്ജ് മണിയൻപിള്ള രാജു അവതരിപ്പിച്ച വിമൽ. മണിയൻപിള്ള രാജുവിന്റെ മകൻ കൂടിയായ നിരഞ്ജ് ബ്ലാക്ക് ബട്ടർഫ്ലൈ എന്ന സിനിമയിലൂടെയാണ് കരിയർ ആരംഭിച്ചത്. ഇപ്പോഴിതാ മസ്തിഷ്ക മരണത്തിന്റെ പ്രസ് മീറ്റിൽ രജിഷ നിരഞ്ജിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. നിരഞ്ജിന്റെ കൂടെയുള്ള എന്റെ മൂന്നാമത്തെ സിനിമയാണ് മസ്തിഷ്ക മരണം. ഒരു 5000 വട്ടം ഞാൻ നിരഞ്ജിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എന്തൊരു ബ്രില്യൻസ് ആക്ടറാണ് താങ്കളെന്ന്. നെപ്പോട്ടിസം ഡൺ റൈറ്ററാണ്. ഫൈനൽസ് എന്ന സിനിമ വന്നപ്പോൾ ഞാൻ നിരഞ്ജിന്റെ അടുത്ത് പറഞ്ഞു, ഇത് നിനക്ക് കരിയറിൽ ഒരു ബ്രേക്ക് തരുമെന്ന്. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് ബ്രേക്ക് ആയില്ല. മധുരം മനോഹരം വന്നപ്പോൾ സിനിമ സൂപ്പർ ഹിറ്റായി. പക്ഷേ സിനിമയിൽ ഞങ്ങൾക്ക് കുറച്ചു സീനുകൾ ഉണ്ടായിരുന്നുള്ളൂ, അതും അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. മസ്തിഷ്ക മരണമായിരിക്കും അദ്ദേഹത്തിന് ഒരു വലിയ ബ്രേക്ക് തരുകയെന്ന് എനിക്ക് തോന്നിയിരുന്നു. രജിഷയുടെ വാക്കുകൾ ഇങ്ങനെ: നാളെ സംവിധായകർ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതിരിക്കുന്ന തരത്തിൽ വലിയൊരു സൂപ്പർ സ്റ്റാറായി നിരഞ്ജ് മാറുമെന്നും രജിഷ തമാശ രൂപേണ പറഞ്ഞു. നിരഞ്ജ് ശരിക്കും വളരെ സ്വീറ്റായ പേഴ്സൺ ആണെന്നും ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും തന്നെ ഗംഭീര ആക്ടേഴ്സ് ആണെന്നും രജിഷ കൂട്ടിച്ചേർത്തു. 2046 കൊച്ചി നഗരത്തിന്റെ കഥ പറയുന്ന മസ്തിഷ്ക മരണത്തിന്റെ ടീസറും ട്രെയിലറും സമൂഹമാധ്യമങ്ങളിൽ ഏറെ ചർച്ചയ്ക്ക് കാരണമായിരുന്നു. സിനിമയിൽ രജിഷ വിജയൻ, ജഗദീഷ്, സുരേഷ് കൃഷ്ണ, ദിവ്യ പ്രഭ തുടങ്ങിയവരും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്.